എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ശ്രീജ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കുറെ കാലത്തിന് ശേഷമാണ് വിശ്വം ജോലിക്ക് പോകാനായിട്ട് തുടങ്ങണേ. അപ്പം വിശ്വത്തിനുള്ള പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും നന്ദിനി ചോദിച്ചു, അല്ല പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് എങ്ങോട്ടാ എടുത്തിന്ന് ചോദിക്കണം. അത് പിന്നെ ഒരിടത്തേക്കും അല്ലെന്ന് പറയണം. അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവം ഉണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലായി. ആ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വന്ന് വേദയോട് ചോദിച്ചു, അല്ല വേദ, ഈ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് ശ്രീജടുത്ത് ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. അതെ, അതൊക്കെ കാണാൻ ഇവിടെ നിൽക്കാൻ പറയണം. നന്ദിനിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഇല്ലാന്നില്ല. രണ്ടുപേരും കൂടി എന്തൊക്കെയോ തന്ത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ട്. പിന്നീട് ശ്രീജ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം വിശ്വം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിശ്വത്തിനോട് പറഞ്ഞു, ഇതേ വിശ്വേട്ട, വിശ്വേട്ടന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡാന്ന് പറയാണ്. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, കറികളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ട്. ഇന്ന് ആദ്യമായിട്ട് പോകുന്നതല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവത്തെ ഓർത്ത് ഈ ജോലിയെങ്കിലും കളഞ്ഞിട്ട് പോരില്ല കേട്ടോ. അവിടെ എങ്ങനെ മാക്സിമം പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കണം എന്ന് പറയാം. ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം. ഇപ്പൊ അങ്ങനെയാന്ന് ചോദിക്കും. ഇല്ല, ഞാൻ പിടിച്ചു വയ്ക്കും, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. ഇനിയിപ്പൊ നീ ആരുടെ മുന്നിലും 5 രൂപയ്ക്ക് പോലും കൈ നീട്ടേണ്ട കാര്യം വരത്തില്ല. വേദ എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയോ ജോലി സംഘടിപ്പിച്ചെന്നെ. വേദേനും കൂടെ നാണം കെടുത്തില്ല. വിശ്വാസം ഇനി അവിടെ ജോലി ഉപേക്ഷിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് അതിന്റെ നാണക്കേട്. അങ്ങനെയൊന്നും ഉണ്ടാത്തിരടി, ഞാനല്ലേ വാക്ക് പറയണേ. എന്നാ ശരി, പോയിട്ട് വരാൻ പറയണം. ഭയങ്കര സന്തോഷത്തോടു കൂട്ടാണ് വിശ്വം മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. ഈ സമയത്ത് നന്ദിനി അവിടെ നോക്കണേ. വിശ്വണ്ണത് എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി കെട്ടി? വേദ പറഞ്ഞ് കണ്ടോന്ന് ചോദിക്കണേ. അല്ല വിശ്വണ്ണത് എങ്ങോട്ട് പോകണം? അതൊക്കെ മനസ്സിലായിക്കോളെന്ന് പറയണം. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞേ, അതെ നന്ദിനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, വിശ്വണ്ണൻ ഇന്ന് മുതൽ ജോലിക്ക് പോവാന്ന് പറയണം. ജോലിക്ക് പോവാനോ? അതെ, വിശ്വണ്ണ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അതെങ്ങനെ വിശ്വണ്ണ ജോലി ശരിയാവും? വിശ്വണ്ണ ഇന്റർവ്യൂ എന്തെങ്കിലും പോയെന്ന് ചോദിക്കും. അതെ, വേദ റെഡിയാക്കി കൊടുത്താന്ന് പറയണം. ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു, വേദയുടെ റെക്കമെൻഡേഷൻ കിട്ടിയതോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കൊള്ളാലോ. അല്ല വിശ്വണ്ണല്ലേ ജോലിക്ക് പോന്നേ, കൂടിപ്പോയ 2 ദിവസം, അതിൽ കൂടുതലൊന്നും ജോലി പിടിച്ചു വയ്ക്കാൻ പോകുന്നില്ല. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു എന്നൊരു പറച്ചിലായിരുന്നു നന്ദിനി പറഞ്ഞത്. ഇത് കേട്ടതും ശ്രീജിക്ക് സങ്കടമായി. വേദ പറഞ്ഞു, നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിക്കുമ്പത്തിന് ഇങ്ങനെയാണോ നന്ദിനി അടുത്ത് പറയണമെന്ന് ചോദിക്കാം. ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞല്ലേ, എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വന്നു. കമല വന്നിട്ട് പറഞ്ഞു, മോൻ പോകാനായിട്ട് ഇറങ്ങിയോന്ന് നോക്കിയാണ്. ഇറങ്ങി അമ്മയെന്ന് പറയണം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറയാം. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഒരു കാര്യം ഓർമ്മ വേണം, ഈ ജോലി കളയല്ല, അറിയാലോ. പാവം ശ്രീജ കുറെ അധികം കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ കിടന്ന്. ഇനിയെങ്കിലും അവളുടെ കണ്ണീരിന് കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടാണെന്ന് പറയാം. പോരാത്തിന് അച്ഛന് പ്രായമായി വരിക, ആ ഒരു ഓർമ്മ വേണം. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് മക്കളെല്ലാരും കൂടെ തുനിഞ്ഞിറങ്ങിയാലേ പറ്റുള്ളൂ പറയാം. ഒരാളെ കൊണ്ട് തന്നെ എത്ര കാലമായി ഇങ്ങനെ ഒന്നിക്കുന്നത് എന്നൊക്കെ പറയണം. ഇനി അതൊന്നും ആവശ്യമൊന്നും വേണ്ടി വരത്തില്ലമ്മേ, അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ വിശ്വം പറയണം. പിന്നീട് വിശ്വം കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും എല്ലാവരും വിശ്വത്തിന്റെ ഒപ്പം ചെല്ലുവാണ്. ആ സമയം മാഷ് അവിടെ പറമ്പിൽ കളിക്കാൻ പോയിട്ട് വന്ന് കാലൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ മാഷ് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നീട് മാഷ് അങ്ങോട്ട് വന്നതിനും വിശ്വം ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ നിന്നപ്പോഴത്തേനും മാഷ് പെട്ടെന്ന് കാലം കൂടെ മാറ്റുക. എന്താടാ കാര്യം? അല്ല അത് പിന്നെ ഞാന് ഇന്റർവ്യൂവിന് പോവായിരിക്കും, അതിനെന്തിനാടാ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു, ഇന്റർവ്യൂവിന് പോവല്ലെന്ന് പറയണം. പിന്നെയോ? അതെ, വിശ്വേട്ടന് ജോലി കിട്ടി, വിശ്വേട്ടൻ ഇന്ന് പോയി ജോയിൻ ചെയ്യാൻ പോവെന്ന് പറയണം. അത് കൊള്ളാലോ എന്ന് പറയണം. അല്ല എവിടെയാ ജോലി കിട്ടിയിരിക്കുന്നത്? ഒരു സ്റ്റീൽ കമ്പനി സൂപ്പർവൈസർ ആയിട്ടാന്ന് പറയാം. അതെ, ഇതെങ്കിലും പിടിച്ചു വെക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീണ്ടും വീട്ടിൽ കയറി കുത്തിയിരിക്കാനാണെങ്കിൽ വെറുതെ എന്തിനാടാ ഈ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, ഇല്ലച്ചാ, ഈ തവണ എന്തായാലും ഞാൻ ആ ജോലിയിൽ ഉറച്ചു നിൽക്കും, അതെനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്ന് പറയാം. ഉറച്ചു നിൽക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ അവസാനം അവനോ തന്നെ കിടന്ന് പാടുപെടേണ്ട വരും. എനിക്ക് എത്ര കാലം ഇങ്ങനെ ഉന്താൻ പറ്റുമെന്ന് എനിക്കിതുപോലും അറിയത്തില്ല, എല്ലാത്തിനും ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയണം. പിന്നീട് മാഷിനോട് കമല പറഞ്ഞു, മാഷേ പോയിട്ട് വരാൻ പറ, കാരണം നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമല്ലേ, അനുഗ്രഹം കൊടുത്തു വിടാൻ പറയണം. ഇതൊക്കെ ഞാൻ മുമ്പ് കുറെ ചെയ്തിട്ടുള്ള, ഇനിയിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, അതെ വിശ്വേട്ടൻ പോയിട്ട് വരാൻ പറയണം. അങ്ങനെ വിശ്വം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാരെയും നോക്കി ശരി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നന്ദിനിക്ക് സഹിച്ചില്ല. ദൈവമേ, ഇതങ്ങനെ ശരിയായ നടപടി അല്ലല്ലോ. വിശ്വേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്രീജേടത്തിലെ പണമാവും, അത് ശരിയായ നടപടിയല്ല. ഒരു കാരണവശാലും അത് പാടില്ല. അങ്ങനെ ഒരു കുശുമ്പതരമൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം വേദനെ കുറിച്ച്
മാഷിന്റെ അടുത്ത് പറയാണ് ശ്രീജ. അതെ, വേദയാണ് ജോലി സംഘടിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം മാഷ് ഒന്ന് വേദനെ നോക്കി. അപ്പം നാണം കെടാൻ തന്നെ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, അതെ അവന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അവൻ എവിടെ പോലും പിടിച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല. ഇതിനു മുമ്പ് എത്രയോ വട്ടം എത്രയോ ജോലി എനിക്കറിയാവുന്ന ആൾക്കാരുടെയൊക്കെ കൈയും കാലും പിടിച്ച് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നല്ല ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതല്ലാതെ അവൻ ഇതുവരെയായിട്ട് ഒരിടത്തും ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാവുന്ന എനിക്കറിയില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സങ്കടമായി. ആ സമയത്ത് നന്ദിനി വേദനെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. ഇപ്പൊ കണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. പക്ഷെ വേദ അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പിന്നീട് കമല വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ചെയ്തൊരു നല്ല കാര്യമാണെന്ന് പറയാം, അത് നിനക്ക് അതിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. പിന്നീട് കമലയുടെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് വേദ. അങ്ങനെ ശ്രീജയും കമല വേദയും കൂടെ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീജ ചോദിക്കുന്നത്, അല്ല നാളെയല്ലേ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ കമലോട് അത് ശരിയാണല്ലോ, ഈ പറഞ്ഞ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി ശ്രീജ എന്ന് പറയണം. പെട്ടെന്ന് വേദ ചോദിച്ചു, നാളെയാണോ നിങ്ങളുടെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി? ആഹാ കൊള്ളാലോ, നമുക്കിതൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കും. പെട്ടെന്ന് കമല പറഞ്ഞു, അങ്ങനെ ഇവിടെ ആഘോഷമൊന്നും ഇല്ല മോളെ എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും, നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു കമലയുടെ മുഖത്ത്. അത് പിന്നെ ഞാനും മാഷും അങ്ങനെയൊന്നും ഇത് ആഘോഷിക്കാറില്ലെന്ന് പറയാം. ക്ഷേത്രത്തിൽ പോവും, വഴിപാട് നടത്തും, പിന്നീട് തിരിച്ചു പോരുമെന്ന് പറയാം. അന്നെങ്കിൽ ഈ തവണ നമ്മൾ ഇത് ആഘോഷിക്കുമെന്ന് പറയാം. പെട്ടെന്ന് ശ്രീജ പറഞ്ഞു, അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിച്ച പോലെ ആകുമോ? ഇത് അങ്ങനെയൊന്നും ആകത്തില്ല, നോക്കിക്കോളാൻ പറയാണ്. പിന്നീട് വേദ നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വേദനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഓ നീ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് പറയാം. എന്താ എനിക്ക് സന്തോഷിച്ചുകൂടെന്ന് ചോദിക്കുക. അല്ല വിശ്വേട്ടന് ജോലി മേടിച്ചു കൊടുത്തു, അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. എന്തിന് ഞാൻ എന്തിനാ അഹങ്കരിക്കുന്നേ? അതെ വിശ്വേട്ടൻ എത്ര കാലം എന്ന് വെച്ചാൽ ഈ വീട്ടിലേക്കുന്നത്. പാവം ശ്രീചേട്ടത്തി, ആ ശ്രീചേട്ടത്തിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അനിയനാന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടനെ ഒന്നും ഉപദേശം നേരെയാക്കാൻ നോക്കണ്ടേ. അത് പിന്നെ ഉപദേശിക്കാൻ പറ്റുന്ന ആൾ ഉപദേശിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അനിയനും കണക്കാ, അപ്പൊ പിന്നെ എങ്ങനെ ഉപദേശിക്കാനല്ലേന്ന് ചോദിക്കുക. അതെ കൂടുതൽ നീ ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ടെന്ന് പറയാ. ഇല്ല വരുന്നില്ല, പാവ അച്ഛൻ ഇപ്പോഴും പോയി കിടന്ന് കഷ്ടപ്പെട്ടോട്ടെ, അതല്ലേ ചേട്ടനും അനിയനും ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രം ഒന്നും മിണ്ടിയില്ല. പിന്നീട് വേദ പറഞ്ഞു, ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, ഈ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, അച്ഛനെയും അമ്മേനെയൊക്കെ. ഇത് കേട്ടപ്പം വിക്രം ചോദിച്ചു, എന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? അതെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഇപ്പൊ ചങ്ക് പറിച്ച് കാണിക്കാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറയാം. പിന്നെ സ്നേഹിക്കുന്നുണ്ട് പോലും, അങ്ങനെയാണ് പറ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, നാളത്തെ ദിവസത്തിന് എന്ന് പ്രത്യേകത എന്നത്തെ പോലെ തന്നെ നാളെ. ഇതാ പറയണേ, നിങ്ങൾ ആരെ സ്നേഹിക്കില്ലത് ഇല്ല എന്നുള്ള കാര്യം. ഇത് കേട്ടപ്പം വിക്രം ഓർത്തി, ഇവൾ എന്തോ ഊന്നി പറയുന്നതാണല്ലോ, എവിടെയോ കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ട്, കാര്യം എന്താണെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, നീ കാര്യം എന്താന്ന് പറ എന്ന് പറയണേ. അതെ നാളെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയണ. വെഡിങ് ആനിവേഴ്സറി? അതെ. അപ്പം മക്കൾക്കൊന്നും അറിയത്തില്ലല്ലേ, പാവം. കാരണന്മാരുടെ ജീവിതത്തിൽ അതൊക്കെയല്ലേ ഒരു സന്തോഷം, മക്കൾ അതൊക്കെ ഓർത്ത് വെച്ചൊന്ന് ആഘോഷിക്കുന്നത്. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, നേർവഴിയായിട്ടുള്ള മക്കളുണ്ടെങ്കിലല്ലേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളെന്ന് പറയാം. ദേ കൂടുതൽ നീ എന്നെ പഠിപ്പിക്കാൻ വല്ലെന്ന് പറയണം. തുടങ്ങി എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങ് വന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് വേദ പറയാ. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കണമെന്ന് പറയാം. പിന്നീട് വേദ പറഞ്ഞു, ഇത്രയും കാലത്തെ പോലെയല്ല, ഇത്തവണയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കാര്യമായിട്ട് ആഘോഷിക്കണം. ആഘോഷിച്ചില്ലെങ്കിലും അവർക്ക് ഒരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ മനസ്സിന് ഒരു സന്തോഷമാകട്ടെ എന്ന് പറയാം. അല്ലാതെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും മനസ്സിൽ. അവരിത് പുറമെ ഇങ്ങനെ കാണിക്കുന്ന ഒന്നും ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ ഉള്ളിൽ ആഗ്രഹം കാണത്തില്ലേ. വേറെയുള്ള മക്കള് അച്ഛനമ്മമാർക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഏത് അച്ഛനമ്മമാരെ ആഗ്രഹിക്കായിരിക്കുന്നത്. പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ആഗ്രഹം കാണും വിക്രം. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയിപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ആകണ്ടെന്ന് പറയണം. വിക്രം ഒന്നും മിണ്ടിയില്ല. വിക്രം ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങി പോവാണ്. ആ സമയം വേദയ്ക്ക് തോന്നി എന്തോ മനസ്സിൽ തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ തിരിച്ചു പറയണ്ട. ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേങ്കിൽ നേരെയാവാൻ വഴിയുണ്ട്. താൻ അത്രയും പറഞ്ഞുകൊണ്ട് ചിലപ്പം എന്തേലും വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അത് അവർക്ക് സന്തോഷമാകുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും വിക്രത്തിനെ ഒന്ന് മാറ്റിയെടുക്കണം. വിശ്വേട്ടനൊരു മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിക്രത്തിനെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ വേദ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.